എത്ര പേര് മലൈക്കോട്ട വാലിബൻ കണ്ടു? എനിക്കത് ശരിക്കും അറിയാൻ താല്പര്യമുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾക്ക് ഈ പടം ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന്. എന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പടം. ഇപ്പം എൻ്റെ കൂടെ വന്നവർക്ക് പലർക്കും ഇഷ്ടമായിട്ടില്ല. ആ തിയേറ്ററിൽ മൊത്തം ആ തിയേറ്ററിനെ സജീവമാക്കിയിരുത്തിയത് അവിടുത്തെ പ്രേക്ഷകരാണ്. അവർ ഓരോ കമൻ്റ് അടിച്ച് കുറേ ഞങ്ങളെ എൻ്റർടൈൻമെൻറ്റ് ചെയ്തെങ്കിലും ഞാൻ ഒരു പോർഷൻ എത്തിയപ്പോൾ ഞാൻ പ്യുവർലി ആ പടത്തിലേക്ക് ഇറങ്ങിയിരുന്നു. എനിക്ക് അങ്ങേയറ്റം ഇഷ്ടപ്പെട്ട പോർഷൻസ് ഉണ്ട്. ഫസ്റ്റ് പോർഷൻ ഉണ്ട്, അത് എന്തിനാണെന്ന് വിചാരിച്ചു. പിന്നെ അത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ തോന്നി. സെക്കൻഡ് പോർഷൻ അതൊരു ജസ്റ്റ് കണ്ടുകൊണ്ടിരിക്കാമെന്ന് വെച്ചു. തേർഡ് പോർഷൻ ഓക്കെ തോന്നി. ഫോർത്ത് പോർഷൻ ഒരു കോമഡി, ഒരു പ്രിയദർശൻ മൂവി പോലത്തെ എനിക്ക് തോന്നി. ഫിഫ്ത്ത് പോർഷൻ ആ പടത്തിൻ്റെ കാതൽ, പ്യോർ എസൻസ് ആണത്. ആ പടം എന്താണെന്ന് അവിടെയാണ് ശരിക്കും കാണിക്കുന്നത്. അതിനകത്ത് ലിജോ ജോസ് പല്ലിശ്ശേരി എന്താണ് ത്രെഡ് ലൈൻ എടുത്തത്, ആ കഥയുടെ ബേസ് സ്റ്റോറി അവിടെ മാത്രമാണ് വരുന്നത്. അതുവരെ ഉള്ളത് ജസ്റ്റ് ഒരു ആ പടത്തിൻ്റെ ആ ക്യാരക്ടറിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. എത്ര പേര് എനിക്കറിയില്ല, പണ്ട് ഒരു നമ്മുടെ ഡ്വൈൻ ജോൺസൺ, അതായത് റോക്കിൻ്റെ പടമായിട്ടുള്ള ഹെർക്കുലീസ് കണ്ടിട്ടുണ്ട്. അതിനകത്ത് ഡ്വൈൻ ജോൺസൺ അഭിനയിച്ചിരിക്കുന്ന ആ ക്യാരക്ടർ ഹെർക്കുലീസ് ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. അത് എക്സാക്റ്റ് ഈ മൂവിയിലുള്ള അതേപോലത്തെ, ഈ മൂവി അതിൽ നിന്ന് എടുത്തതാണ്, ഒരു എസൻസ് എടുത്തതാണെന്ന് എനിക്ക് തോന്നി. അതുപോലെ പ്യുവർ കണ്ടൻറ്റ് മാത്രമുള്ള ഇത് കണ്ടപ്പോൾ ഇതൊരിക്കലും ഒരാൾ സലാർ മൂവി കാണുന്ന പോലെ പോയി കാണരുത്. ഇത് പ്യുവർ ഡ്രാമ എന്ന് പറഞ്ഞാൽ ഷേക്സ്പിയറിൻ്റെ ഒക്കെ ഡ്രാമയിലെ അതേ ലെവലിലുള്ള സാധനമാണ്. എനിക്കിതിലും രണ്ട് സീൻസ് ഉണ്ട്. മലൈക്കോട്ട വാലിബനൊക്കെ കെട്ടി വരിയുന്നൊരു പോർഷൻ, അതിനകത്ത് മുകളിലൂടെ കയറുകൾക്ക് വീഴുന്നൊരു സീനുണ്ട്. അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോർഷൻ അതാണ്. ഞാൻ അന്തം വിട്ട് നിന്നുപോയി. ഈ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ഒരു ഡയറക്ഷൻ്റെ കഴിവ് നമിച്ച്. എല്ലാവരുടെയും അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്കൊന്ന് അറിയാൻ താല്പര്യമുണ്ട്. മാക്സിമം അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നായിരിക്കും, എനിക്ക് ഉറപ്പാണ്.